അടുത്ത് വരുന്നത് ക്വാളിഫയിങ് പേഴ്സൺ ആണ്. ഓക്കെ, എന്താണ് ക്വാളിഫയിങ് പേഴ്സൺ എന്ന് വെച്ചാൽ? A qualifying person is either a qualifying child or qualifying relative who the taxpayer can claim as dependent. സോ നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോം 1040 ഞാൻ കാണിച്ചു തന്നപ്പോൾ അതിനകത്ത് കണ്ടു ഡിപ്പെൻഡൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പേരും നമുക്ക് അവരായിട്ടുള്ള റിലേഷനും അവരുടെ SSN നമ്പറും കാര്യങ്ങളെല്ലാം നമ്മളവിടെ കൊടുക്കണം. സോ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് ഒരു ടാക്സ് പെയർക്ക് ആരെയൊക്കെ വെക്കാൻ പറ്റും, ആരൊക്കെയാണ് ഡിപ്പെൻഡന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുക? ഒരു ക്വാളിഫൈങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈങ് ചൈൽഡ് അല്ലെങ്കിൽ ക്വാളിഫൈങ് റിലേറ്റീവ് ആണ്. ഒരു ടാക്സ് പെയർ ക്ലെയിം ക്ലെയിം ആസ് ഡിപ്പെൻഡന്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെയാണ് ക്വാളിഫൈങ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അത് മേ ബി ഒരു ക്വാളിഫൈങ് ചൈൽഡ് ആവാം, ക്വാളിഫൈങ് റിലേറ്റീവ് ആകാം. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്വാളിഫൈങ് ചൈൽഡ് അല്ലെങ്കിൽ ക്വാളിഫൈങ് റിലേറ്റീവ് ആകാൻ പറ്റുക, എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈൽഡ് ആണ്. യുവർ അൺമാരിഡ് ചൈൽഡ് ലിവ് വിത്ത് യു ഓൾ ഇയർ ആൻഡ് വാസ് 18 years old at the end of the year. Your child did provide more than half of their own support and doesn't meet the test to be a qualifying child of anyone else. As a result, this child is your qualifying child, and because this child is single, this is your qualifying person for head of household purposes ആണ്. അതായത് ഇപ്പൊ ഒരു ചൈൽഡ് ക്വാളിഫയിങ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കണം, ഓൾ ഇയറിലും ആ ചൈൽഡ് നമ്മുടെ കൂടെ ആയിരിക്കണം താമസിച്ചിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെന്തായിരിക്കണം, 18 years കംപ്ലീറ്റഡ് ആയിരിക്കണം, 18 years ഓൾഡ് ആയിരിക്കണം. പിന്നെന്താ പറയാ, അവർക്ക് നമ്മളെ ഒരു പർട്ടിക്കുലർ ഇൻകം കവിഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒന്നില്ലെങ്കിൽ അവർ പഠിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിലും വലിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻകം അവർക്ക് ഉണ്ടാവാൻ പാടില്ല, ജനറേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളായിരിക്കണം മെയിൻ, നമുക്കായിരിക്കണം കൂടുതൽ ഇൻകം. നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഘടകങ്ങൾ ശ്രദ്ധിക്കണം? 18 വയസ്സ് കംപ്ലീറ്റ് ആവണം. നമ്മുടെ ഓൾ ഇയേഴ്സ്, ആ ചൈൽഡിന്റെ എല്ലാ വർഷവും ഓരോ ഇയേഴ്സും നമ്മുടെ കൂടെ തന്നെയായിരിക്കണം ജീവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ താമസിച്ചിട്ടുണ്ടാവുക. നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലായിരിക്കണം താമസിച്ചിട്ടുണ്ടാവുക. 18 വയസ്സ് കംപ്ലീറ്റ് ആവണം. പിന്നെ എന്തായിരുന്നു, എഡ്യൂക്കേറ്റഡ് ആണ്, മീൻസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നമ്മുടെ ഇൻകത്തിന് കൂടുതൽ ഇൻകം ഉണ്ടാവാൻ പാടില്ല ആ വ്യക്തിക്ക്. ഓക്കെ, ഒരു കുറച്ച് എമൗണ്ട് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇൻകത്തിനെക്കാട്ടും കൂടുതൽ ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഡിപ്പെൻഡന്റ് മീൻസ് ഓൾവേസ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണ്, നമ്മുടെ ഇൻകത്തിന്മേല് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഒരു ചൈൽഡ് ഡിപ്പെൻഡന്റ് ആവണമെങ്കിൽ ഒരിക്കൽ ഒബ്വിയസ്ലി 18 വയസ്സാവാം, എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാവാം, അയാൾക്ക് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാവരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായി കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഡിപ്പെൻഡന്റ് ആവില്ലല്ലോ. ഒരു ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അയാൾ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഒരിക്കലും അയാൾ ഒരു ഡിപ്പെൻഡന്റ് ആവില്ല. സോ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആവരുത്. ഒന്നില്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻകം അവന് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ചൈൽഡിന്റെ കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ആയിരിക്കണം താമസിക്കേണ്ടത്, 18 വയസ്സ് കംപ്ലീറ്റ് ആവണം, ഒന്നില്ലെങ്കിൽ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കണം. ഇപ്പൊ ജോലി ചെയ്യുന്ന വ്യക്തി ആണെങ്കിൽ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആവരുത്. ഓക്കെ, ചൈൽഡിന്റെ കാര്യം മനസ്സിലായില്ലേ? നെക്സ്റ്റ്, ചൈൽഡ് ഹൂ ഈസ് ഇൻ ക്വാളിഫയിങ് പേഴ്സൺ. The facts are the same in example 1, except your child was 25 years old at the end of the year and your child's gross income was $5,000. Yes. അതായത് ഈ ക്വാളിഫയിങ് ചൈൽഡ് അല്ലാത്തത് ഏത് സിറ്റുവേഷനിലായിരിക്കും? 25 വയസ്സ് കഴിഞ്ഞു, ജോലിയൊക്കെ ഉണ്ട്, അവരുടെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് $5,000 ആണ്. ഓക്കെ, അത്ര $5,000 എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഒരു നല്ല എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും, അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല ജീവിക്കുന്നത്. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമുള്ള ആരായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ക്ലിയർ? അതായത് ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ഡിപ്പെൻഡന്റ് അല്ല. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. സോ അങ്ങനെ നല്ലൊരു സാലറി വേജസ് ഒക്കെ ഉണ്ട്, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണ്, 25 years ഒക്കെ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. പകരം പഠിക്കുകയാണ്, വേറെ ജോലിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു വരുമാനം ഇല്ല, പക്ഷെ 18 വയസ്സ് കംപ്ലീറ്റ് ആയി ഓൾഡ് ഇയേഴ്സ് നമ്മുടെ കൂടെ തന്നെയാണ് താമസിച്ചു വരുന്നത്, അങ്ങനെയുള്ള ഒരു ചൈൽഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാം.
പക്ഷെ 25 വയസ്സ് കഴിഞ്ഞു, നമ്മുടെ കൂടെ അല്ല താമസിക്കുന്നത്, അതുപോലെ നല്ലൊരു വരുമാനമുള്ള ജോലിയുണ്ട്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട സാഹചര്യം ഒന്നും അല്ലാത്തൊരു ചൈൽഡ് ആണെങ്കിൽ നമുക്ക് അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റൂല. 2 പോയിന്റ് മനസ്സിലായോ? ഏത് ചൈൽഡിനെ നമുക്ക് ക്വാളിഫൈങ് എന്ന് വിളിക്കാം, ഏത് ചൈൽഡിനെ നമുക്ക് ഈസ് ഇൻ ക്വാളിഫൈങ് പേഴ്സൺ എന്ന് വിളിക്കാം. സോ ഇത്ര പോയിന്റ്സ് ക്ലിയർ ആയില്ലേ? ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ, AGI, പിന്നെ ക്വാളിഫൈങ് പേഴ്സൺസിൽ ചൈൽഡിനെ കുറിച്ച് പഠിച്ചു. ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പേയറുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകമായ AGIയിൽ നിന്നും വരുന്ന ഡിഡക്ഷൻസിനെയാണ് നമ്മൾ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ എന്ന് പറയാ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്തായിരുന്നു ഓർക്കുന്നോ? ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ. ഇവിടെ AGIയിൽ നിന്നുള്ള ഡിഡക്ഷൻ. ഇനി AGI എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ്. ഓക്കെ, ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് ആണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ഗ്രോസ് ഇൻകം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ക്വാളിഫൈങ് പേഴ്സൺ. ക്വാളിഫൈങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പേഴ്സൺസിനെയാണ് ക്വാളിഫൈങ് പേഴ്സൺസ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡന്റ് ആവണമെങ്കിൽ അവരെന്തായിരിക്കണം? ഒരു ചൈൽഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ചൈൽഡ് ഡിപ്പെൻഡന്റ് ആകണമെങ്കിൽ 18 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. 18 വയസ്സോ അതിന് കുറവായിരിക്കാം, 18ഓ അതിൽ കുറവായിരിക്കാം. ഒന്നല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കണം. അതല്ല ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം കിട്ടുന്ന ജോലി ആവരുത്. ദാറ്റ് മീൻസ് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം $5,000 കുറവായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഓൾ ദ ഇയേഴ്സ് നമ്മുടെ കൂടെ ആയിരിക്കണം താമസിച്ചിട്ടുണ്ടാവുക, നമ്മുടെ ഒപ്പം അല്ലെങ്കിൽ ടാക്സ് പേയറിന്റെ ഒപ്പം ആയിരിക്കണം ആ ചൈൽഡ് താമസിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം ചൈൽഡ് ക്വാളിഫൈങ് ആണ്. ക്വാളിഫൈങ് അല്ലാത്തത് എപ്പോഴാ? 25 വയസ്സോ അതിൽ കൂടുതൽ, 25 വയസ്സോ അതിൽ കൂടുതൽ, പിന്നെ നമ്മുടെ കൂടെ താമസിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ പിന്നെ $5,000 അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. $5,000 വെച്ചിട്ട് ഇൻകം അവർക്ക് ഉണ്ടെന്നിരിക്കുക, ഗ്രോസ് ഇൻകം. സോ ആ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, അവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ആവശ്യമില്ല, അവർക്ക് അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡന്റ് ആക്കാൻ പറ്റില്ല. ഇൻകം വലിയ വരുമാനമൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവരെ ഡിപ്പെൻഡന്റ് ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് രണ്ട് വ്യത്യാസം. ഇനി യുവർ ഫ്രണ്ട്, നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്വാളിഫൈങ് ആണോ അല്ലയോ എന്നുള്ളത്. യുവർ ഫ്രണ്ട് ലിവ്ഡ് വിത്ത് യു ഓൾ ഇയർ ഈവൻ തോ യുവർ ഫ്രണ്ട് മേ ബി യുവർ ക്വാളിഫൈങ് റിലേറ്റീവ്. If the gross income and support is met, your friend isn't your qualifying person for head of household purpose because your friend is related to you in one of the ways listed under relatives who don't have to live with you. സോ നമുക്ക് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ കുറെ നാൾ ജീവിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഓൾ ദ ഇയേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു ഫ്രണ്ടിനെ നമുക്ക് ഒരിക്കലും ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഡിപ്പെൻഡന്റ് വെക്കണമെങ്കിൽ ബ്ലഡ് റിലേഷൻ വേണം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ചൈൽഡോ നമ്മുടെ പാരൻസോ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും. അങ്ങനെ ബ്ലഡ് റിലേഷൻ ഉള്ള ആരെങ്കിലുമേ നമുക്ക് ആരായിട്ട് വെക്കാൻ പറ്റും? ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റും. നമ്മുടെ ബ്ലഡ് റിലേഷനിലുള്ള നമ്മുടെ കൂടെ താമസിക്കുന്ന ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്ത, വലിയ ഇൻകം ഒന്നും ഇല്ലാത്ത ഒരാളെയാണ് നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സിനെയോ നെയ്ബേഴ്സിനെയോ അങ്ങനെ ആരും പിടിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം അവരായിട്ട് നമുക്കൊരു ബ്ലഡ് റിലേഷനും ഇല്ല. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് നമ്മുടെ കൂടെ എത്ര നാൾ ജീവിച്ചു പറഞ്ഞാലും അവർക്ക് ജോലി ഇല്ല, വലിയ ഇൻകം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ പോലും അവർക്ക് ബ്ലഡ് റിലേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും ഡിപ്പെൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഫ്രണ്ടിന്റെ ചൈൽഡ്. The facts are the same as in example 3, except your friend's 10-year-old child who also lived with you all year. Your friend's child isn't your qualifying child, and because the child is your friend's qualifying child. ഓക്കെ, അത് ഫ്രണ്ടിന്റെ ചൈൽഡ് ആണ്. വേണമെങ്കിൽ ഫ്രണ്ടിന് ക്വാളിഫൈങ് ചൈൽഡ് എന്ന രീതിയിൽ വെക്കാൻ പറ്റും, പക്ഷെ നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ആ കുട്ടിയോട്ട് ഒരു ബ്ലഡ് റിലേഷനും ഇല്ല. ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരായിട്ട് മാത്രമേ നമുക്ക് ഡിപ്പെൻഡന്റ് ആയി കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ടിന്റെ ചൈൽഡ് എന്താണ്? ഡിപ്പെൻഡന്റ് ആണോ അല്ലെങ്കിൽ ക്വാളിഫൈങ് പേഴ്സൺ ആണോ? അല്ല. നമ്മുടെ ചൈൽഡോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ നമ്മുടെ പാരൻസോ അങ്ങനെ നമുക്ക് ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലുമോ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് വയ്ക്കാൻ പറ്റൂ. പിന്നെ എന്തും കൂടി ശ്രദ്ധിക്കണം, അവര് നമ്മുടെ കൂടെയാണോ ത്രൂ ഔട്ട് ദ ഇയർ നമ്മുടെ കൂടെയാണോ താമസിച്ചത്, അതുപോലെ ഫിനാൻഷ്യലി അവരെങ്ങനെയാണ്. വലിയ നിലയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് ആവശ്യമില്ല, ഡിപ്പെൻഡന്റ് ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫിനാൻഷ്യലി അത്ര നല്ല നിലയിലല്ല, വലിയ ഇൻകം ഉള്ള ജോലിയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവരെ ഡിപ്പെൻഡന്റ് ആയിട്ട് വെക്കാം. ഓക്കെ, ഞാൻ അടുത്തത് ഹോം ഓഫ് ക്വാളിഫൈയിങ് പേഴ്സൺ.
Generally, the qualifying person must live with you for more than half of the year. നമ്മൾ ക്വാളിഫയിങ് പേഴ്സൺ ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ചേ? ക്വാളിഫയിങ് പേഴ്സൺ ആവണമെങ്കിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻ, രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൂടെ താമസിക്കണം ത്രൂ ഔട്ട് ദ ഇയർ, ഹാഫ് ഓഫ് ദ ഇയർ എങ്കിലും നമ്മുടെ കൂടെ താമസിക്കണം. ദാറ്റ് മീൻസ് ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസം, മോർ ദാൻ 6 months എങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അയാൾ ഒരു ക്വാളിഫയിങ് പേഴ്സൺ എന്ന് വിളിക്കാൻ പറ്റൂ. പിന്നെ മൂന്നാമത്തെ ഘടകം എന്താണ്? അവർക്ക് ഇൻകം ഉണ്ടാവാൻ പാടില്ല. ഒരു ലിമിറ്റഡ് വേർഷൻ ഓഫ് ഇൻകം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. $5,000 കുറവ്, കൂടുതൽ 5,000 അതിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഡിപ്പെൻഡന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, $5,000 കുറവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡിപ്പെൻഡന്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആണോ ഈ പോയിന്റ്?